ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലെ 7ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും അതിനുള്ള ടിപ്സും ട്രിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടിപ്സ്, എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ റൂം എങ്ങനെ വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസത്തിലോ അല്ലെങ്കിൽ മുൻപത്തെ ദിവസമൊക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യണ കാരണം മറ്റന്നാളാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ എക്സാമിന് പോകാനായിട്ട് പറ്റും. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൂമിൽ നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ കൃത്യമായി എഴുതി ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടല്ലേ എഴുതി എടുത്തതെന്നും കൂടി ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ എന്തോരൊക്കെ പഠിച്ചാലും എക്സാം ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ പുലിവാലാവും. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ പാരൻസ് അത് കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് വലുതാക്കി കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മറക്കാതെ ഇന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുതന്നെയായാലും അത് ചെയ്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് റൂമിൽ വെക്കുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാതിരിക്കുന്ന സ്പേസ് നീറ്റാക്കി പരമാവധി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ തവണയും പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എണീറ്റ് പോകുമ്പോൾ നമ്മൾ എടുത്ത ഐറ്റംസ് ഒക്കെ അതാത് സ്ഥാനത്തോട്ട് വെച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ അത് മുഴുവൻ ഒതുക്കിയിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടേബിളിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഐറ്റംസ് മാത്രം, അതായത് സ്റ്റേഷനറി ഐറ്റംസും നമുക്ക് അത്യാവശ്യം വേണ്ട ഡയറിയോ അങ്ങനത്തെ ബുക്കോ അതുപോലെ തന്നെ ക്ലോക്ക് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് മാത്രം ടേബിളിൽ വെച്ചുകൊണ്ട് ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത ബുക്സും കാര്യങ്ങളും എല്ലാം മാറ്റി അത് ഷെൽഫിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബാഗിൽ വെക്കുക. നമ്മുടെ എക്സാം ഏതാണ് വരണത് അതിനാവശ്യമായ ഐറ്റംസ് നമ്മുടെ ടേബിളിൽ ഉണ്ടായാൽ മതി. അപ്പോൾ ടേബിൾ മൊത്തത്തിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ അവിടെ പഠിക്കാൻ ഇരിക്കാൻ നമുക്ക് തോന്നും. നല്ലൊരു ഫീലാണ്, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ടേബിളും പഠിക്കാൻ ഇരിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തേർഡ് ടിപ്പ്, നമ്മൾ എക്സാമിന് വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം തന്നെ നേരത്തെ കൂട്ടി ഇന്ന് തന്നെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ എഴുതാൻ പോകുന്ന പേന ഏതാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് പേന എടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അതുകൊണ്ടൊന്ന് എഴുതി നോക്കുക. എക്സാമിൻ്റെ അന്ന് ചിലപ്പോൾ പേന എടുത്ത് എഴുതുമ്പോൾ ചില പേനൊക്കെ കുറച്ച് എഴുതി കഴിയുമ്പോഴാവും നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുക. മാത്രമല്ല ചിലപ്പോൾ പുതിയൊരു ബ്രാൻഡ് പേന നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് സ്ഥിരമായി ഉപയോഗിക്കുന്ന പേന ഒന്നെങ്കിൽ ഉപയോഗിക്കുക. പുതിയതായിട്ട് വാങ്ങിയൊരു പേനയാണെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെൻസിലായാലും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പെൻസിലുകൾ, പിന്നെ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ നല്ല ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ എടുക്കുകയാണെങ്കിൽ, അങ്ങനത്തെ എക്സ്ട്രാ ഡാർക്ക് പെൻസിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടും വൃത്തിയായിട്ടും വരയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പതിവ് പോലെ ഉപയോഗിക്കുന്നതെല്ലാം, അതായത് പെൻസിലും അതുപോലെ തന്നെ ഷാർപ്നറും ഇറേസറും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ബോക്സിൽ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ലോങ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന് ഇതുപോലെയുള്ള വലിയ സ്കെയിലും ആവശ്യമുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുക കേട്ടോ. മറ്റുള്ളവരോട് അവിടെ ചെന്നിട്ട് കടം മേടിക്കാനൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും കയ്യിലിടാനാകുമ്പോൾ ഒരു ടെൻഷനാണ്. മാത്രമല്ല നമ്മൾ അവരോട് അത് ചോദിച്ച് രണ്ടുപേരും കൂടി ഒരു ഐറ്റം യൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ കുട്ടിക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ റബ്ബറും ഐറ്റംസൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അതും വെറുതെ വഴക്ക് വെക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഐറ്റംസ് നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക. ഫോർത്ത് ടിപ്പ്, നമ്മുടെ ബാഗ് എക്സാമിൻ്റെ തലേദിവസം തന്നെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഏത് ബാഗാണ് കൊണ്ടുപോകേണ്ടതെന്ന് നേരത്തെ കൂട്ടി തീരുമാനിക്കുക, ചെറുതോ വലുതോ ഏതാണെന്ന് വെച്ചാൽ. അപ്പോൾ അവർ സാധാരണ ക്ലാസ്സിൽ കൊണ്ടുവന്ന ഈ ഒരു ബാഗിനെ കൊണ്ടുപോകണം, കാരണം എല്ലാ ഐറ്റംസ് അതിൽ കൃത്യമായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പെൻസിൽ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പെന്നൊക്കെ നമ്മൾ എഴുതി നോക്കി ട്രൈ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ബോക്സ് എപ്പോഴും ഇപ്പോൾ വീട്ടിൽ പഠിക്കുന്ന സമയത്തൊന്നും എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോക്സ് അങ്ങനെ മറന്നു വെച്ച് പോയാൽ പിന്നെ ബുദ്ധിമുട്ടാവും. വീട്ടിൽ എഴുതുന്ന സമയത്ത് വേറെ പെന്നും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഈ ബോക്സ് സ്ഥിരമായിട്ടും ബാഗിൽ തന്നെ വെക്കുക. അനാവശ്യമായ പേപ്പർ ഐറ്റംസും അങ്ങനത്തെ ഒന്നും നമ്മുടെ ബോക്സിൽ വെക്കാൻ പാടില്ല. അടുത്തത് നമ്മൾ എന്തായാലും വെക്കേണ്ടത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ബാഗിൽ തന്നെ വെക്കുക. ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ ഡാമേജ് ആയിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ ചെന്നാൽ സെപ്പറേറ്റ് ആയിട്ട് ഇത് വാങ്ങാൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. കടകളിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ കടകളിൽ പോയാലും നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറ്റയ്ക്കായിട്ടുള്ളത് കിട്ടും. അപ്പോൾ വേറെ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയിട്ട് തന്നെ വാങ്ങണമെന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും നാശമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ കൂട്ടി വാങ്ങി സെറ്റ് ചെയ്ത് വെക്കുക. അടുത്തത് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സിനൊക്കെ ഇതുപോലെ ഒരു എമർജൻസി കിറ്റ് നമ്മുടെ കയ്യിൽ കരുതുക. സാനിറ്ററി നാപ്കിനൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു പൗച്ചിൽ ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഏത് നേരത്താണ് എമർജൻസി ആയിട്ട് നമുക്ക് ആവശ്യം വരാമെന്ന് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ടെൻഷൻ ആവാതിരിക്കുകയാണ് ഇത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടയും പിന്നെ വാട്ടർ ബോട്ടിലും മറക്കാണ്ട് ബാഗിൽ വെക്കുക. മഴ എപ്പോഴാണ് വരാമെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ പതിവ് പോലെ വെക്കുന്നതൊക്കെ തന്നെ വെക്കുക.
അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ എക്സാം ഏതാണോ അതിൻ്റെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും പിന്നെ റഫ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഒരെണ്ണം വയ്ക്കുക. പിന്നെ നമുക്ക് കളേഴ്സ് ആവശ്യം വരികയാണെങ്കിൽ ചിലപ്പോൾ ചില ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ കളർ ചെയ്യണമെങ്കിൽ കളർ മറക്കാതെ എടുത്ത് വെക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മുടെ ബാഗിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് മാത്രമേ നമ്മൾ ബാഗിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. എക്സാമിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കള്ളത്തരങ്ങൾ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് ചെയ്യരുത്. നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ഒരിക്കലും നമ്മൾ അർഹിക്കുന്നൊരു മാർക്കല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഇപ്പോൾ എക്സാം മോശമായിട്ട് എഴുതി മാർക്ക് പോയാലും സാരമില്ല, പക്ഷെ ഒരിക്കലും കള്ളത്തരം ചെയ്ത് നേടുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കില്ല. ഭാവിയിലായാലും അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർക്കുക. 6th ടിപ്പ്, നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഉപയോഗിക്കേണ്ട യൂണിഫോമും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടിയൊക്കെ അയൺ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആകെ ഉച്ച വരെ ക്ലാസ്സുള്ള എക്സാം ദിവസങ്ങളിൽ. അപ്പോൾ അതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യൂണിഫോമും അതുപോലെ ID കാർഡും ബെൽറ്റും അതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടില്ലേ, ഷൂസൊക്കെ കൃത്യമല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ഇനിയാണ് നമ്മുടെ 7th ടിപ്പ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുറേ തയ്യാറെടുപ്പൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. നന്നായി പഠിച്ചിട്ട് വേണം നമ്മൾ പരീക്ഷ എഴുതാൻ. നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്കൊന്നും പേപ്പറിൽ എഴുതാൻ കിട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ പേരൊക്കെ ചിലപ്പോൾ റിവിഷൻ ചെയ്തിട്ടുണ്ടാവും, ചിലർ പഠിച്ചു പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. ചിലർ എന്നോട് കമൻറ്റിൽ പറയാറുണ്ട് ഞങ്ങൾ പഠിച്ചേ തുടങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ ഇനി അത് പറഞ്ഞ് സന്തോഷിച്ചിരിക്കാൻ നമുക്ക് നേരില്ല. ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ പരീക്ഷയാണ്. അപ്പോൾ ഇന്നെങ്കിലും പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ പഠിക്കേണ്ടത് ഏത് സബ്ജക്റ്റാണ്? ബുധൻ, വ്യാഴം, വെള്ളി എന്ന ദിവസങ്ങളിലെ സബ്ജക്ട്സ് മാത്രം നിങ്ങൾ എടുത്തിട്ട് അത് നോക്കിയിട്ട് അതിൽ ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാണ് അത് ഇന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ എക്സാമിൻ്റെ അതായത് ബുധനാഴ്ചയുള്ള പരീക്ഷയുടെ സബ്ജക്റ്റ് നാളെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം പറ്റാവുന്നതും നാളെയാണ് പരീക്ഷ എന്നുള്ള രീതിയിൽ അത്രയും ഫാസ്റ്റായിട്ട് പഠിക്കുക. നമ്മൾ എക്സാം ആണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്ന പോലെയല്ല. നമ്മൾ എക്സാം ആണ് നാളെ എന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് വേഗം പഠിക്കും. ആ രീതിയിൽ നമ്മൾ ഇന്ന് തന്നെ കൃത്യമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു വീക്കിൽ ഈ ആഴ്ചയിലെ പരീക്ഷകൾ മാത്രം ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന സാറ്റർഡേ സൺഡേ അടുത്ത ആഴ്ചയിലെ എക്സാംസിനുള്ളത് പഠിക്കാം. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുകയും അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോട്ടിൽ എഴുതിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഴയ വർഷങ്ങളെല്ലാ ചോദ്യപേപ്പറിൽ ചിലപ്പോൾ ഒരേപോലെ വരുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. അതെന്തായാലും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, അതേ ടൈപ്പ് ചോദ്യങ്ങൾ, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഒരേ ടൈപ്പ് സംഭവം തന്നെയായിരിക്കും. കാര്യങ്ങൾ കുറച്ച് മാറ്റിമറിച്ചൊക്കെ ചോദിച്ചു എന്ന് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതിനുള്ള ഉത്തരങ്ങൾ എന്താണ് എഴുതേണ്ടതെന്ന് ഒന്ന് മനസ്സിൽ നന്നായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ചില സമയത്ത് നമ്മൾ ഇത്രയ്ക്കൊക്കെ പഠിച്ചാലും ചോദ്യപേപ്പർ പഠിച്ചാലും ചിലപ്പോൾ ടോട്ടലി വേറെ രീതിയിലൊക്കെ ആവും ചോദിക്കുക. അപ്പം നമുക്കറിയുന്ന പോലെ ഉണ്ടാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അത് കാരണം അത് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. പക്ഷേ പഠിച്ച് തന്നെ പരീക്ഷ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോയ കാര്യമില്ല, പരീക്ഷയ്ക്ക് പഠിക്കുക തന്നെ വേണം. അതിന് സൂത്രപ്പണികളൊന്നും തന്നെയില്ല. അപ്പോൾ ഇന്ന് മുതൽ നിർത്താതെ പ്രോപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് TV കാണലും ഫോൺ നോക്കലും അനാവശ്യമായിട്ട് കളിക്കാൻ നടക്കലും ഒക്കെ ഒന്ന് കുറച്ച് നമ്മൾ ഒന്ന് പഠിക്കാനായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പണി കിട്ടും. പേപ്പർ കിട്ടുമ്പോൾ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് പോവും. പേപ്പർ കിട്ടുമ്പോഴാവും പിന്നെ കരയേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ഇനി 8th ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല ഭക്ഷണം എക്സാം സമയത്ത് പ്രത്യേകം കഴിക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ഫുഡുകളും അങ്ങനത്തെയൊക്കെ കുറേ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും വയ്യായി വന്നാൽ നമുക്ക് എക്സാമിന് പഠിക്കാൻ ചിലപ്പോൾ പറ്റില്ല, എക്സാമിന് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി ഭക്ഷണങ്ങൾ കഴിക്കുക. കുറേ അധികം എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസൊക്കെ പരീക്ഷ സമയത്ത് നമുക്കിങ്ങനെ വീട്ടിലിരിക്കല്ലേ, ബോറടിക്കുമ്പോൾ ഇതൊക്കെ കുറേ വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ വയറിനൊക്കെ സുഖേടും അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. അപ്പോൾ അത് പ്രത്യേകം ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. എക്സാം ദിവസങ്ങളിൽ രാവിലെ ആയാലും നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചിട്ട്, ഉച്ചയ്ക്കാണ് എക്സാം എന്ന് വെച്ചാൽ ലഞ്ച് പ്രോപ്പറായിട്ട് കഴിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഫുഡ് സ്കിപ്പ് ചെയ്ത് എക്സാമിന് പോയാൽ നമ്മൾ എന്തോരം പഠിച്ചാലും കാര്യമില്ല, നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പരീക്ഷ ഒന്നും എഴുതാൻ പറ്റില്ല. ചിലവർക്ക് പരീക്ഷയെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെ ആയിട്ട് പരീക്ഷ എഴുതിയ അവസാനം വല്ല അസുഖം വരുന്നതിൽ നല്ലത് പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ച് ഹെൽത്തി ആയിട്ട് നമ്മൾ എക്സാമിന് പോകാമെന്നുള്ളതാണ്.
ഏറ്റവും ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നല്ലതായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ കുറേ ലേറ്റായിട്ട് ഇരിക്കാതെ ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരോഗ്യമില്ലാതെയും ഉറങ്ങാതെയും പരീക്ഷയ്ക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ ചെന്നിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല സത്യസന്ധമായിട്ടും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു മാർക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.